പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എത്ര കളവ് പറഞ്ഞതാണ്, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എത്ര കുറ്റം പറഞ്ഞവരാണ്, നമ്മുടെ കൈകളെ കൊണ്ട് നമ്മൾ എത്ര അക്രമം പ്രവർത്തിച്ചവരാണ്. നമ്മുടെ അവയവങ്ങൾ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ, അല്ലാഹുവിന്റെ റസൂൽ പൊരുത്തപ്പെടാത്ത മാർഗത്തിലൂടെ നമ്മൾ ഉപയോഗിച്ചവരാണ്. തല തുറന്നിട്ട് നടക്കരുതെന്ന് ഇസ്ലാം പറഞ്ഞിട്ട് തല തുറന്നിട്ട് നടന്ന സഹോദരിമാരില്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞപ്പോ അതനുസരിക്കാത്ത ചെറുപ്പക്കാരില്ലേ, യുവാക്കളില്ലേ, നമ്മുടെ കൂട്ടത്തിൽ പലരുമില്ലേ? പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കണമെന്ന് പറയുമ്പോ അതിനൊക്കെ നെവർ മൈൻഡ് ആക്കി കാണുന്ന ആളുകളില്ലേ? എത്ര പറഞ്ഞാലും ഉപദേശിച്ചാലും കൽബിലേക്ക് കയറാത്ത ആളുകളില്ലേ? ഞാൻ എന്റെ നഫ്സിനോട് ആദ്യം പറയുന്നു, പിന്നെ നിങ്ങളോട് പറയുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ 100% അനുസരിച്ചുകൊണ്ട് ജീവിക്കാനല്ലാതെ നമ്മൾ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മുടെ ഏത് നിമിഷവും അല്ലാഹുവിന് ആരാധന അർപ്പിക്കാനുള്ളതാണ്. നമുക്ക് വിനോദങ്ങൾക്ക് സമയമില്ല, നമുക്ക് പാഴാക്കി കളയാൻ സമയങ്ങളില്ല, നമുക്ക് വൃഥാവിലാക്കാൻ സമയങ്ങളില്ല. നമ്മുടെ സകല സമയങ്ങളും അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാനുള്ളതാണ്, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. പലിശ ഭക്ഷിക്കുന്ന സഹോദരന്മാരെ, അല്ലാഹു പൊരുത്തപ്പെടാത്ത മാർഗത്തിലൂടെ വീടുകളെടുത്ത സഹോദരന്മാരെ, ബാങ്കുമായി പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളെ, നമ്മുടെ മനസ്സിലൊക്കെ ഖേദത്തിന്റെ ബോധം വരേണ്ടതുണ്ട്, നമ്മുടെ ഹൃദയത്തിലേക്കും പശ്ചാത്താപത്തിന്റെ ബോധം വരേണ്ടതുണ്ട്. ഹറാമുകൾ തിന്നുകയും ഹറാമുകൾ കുടിക്കുകയും ഹറാമായ വീട്ടിൽ വസിക്കുകയും ചെയ്യുന്ന നമ്മുടെ കൽബിന്റെ ഉള്ളിൽ എന്നെങ്കിലും അത്തരത്തിലൊരു ചിന്ത വന്നിട്ടുണ്ടോ? സഹോദരന്മാരെ, നമ്മുടെ ഒരിക്കലും തന്നെ അനാവശ്യമായ കളികളിൽ ഏർപ്പെടാൻ പാടില്ല. കേരംസ് കളി ഇസ്ലാം വിലക്കിയതാണ്, കളിക്കാൻ പാടില്ല. ക്ലബ്ബുകളിൽ പോയി നമസ്കരിക്കാൻ വരാതെ സമയം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ഒരിക്കലും തന്നെ അത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കള്ളിനും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമപ്പെടുന്ന ചെറുപ്പക്കാരുണ്ട്, യുവാക്കളുണ്ട്. കുട്ടികൾ പോലും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം രക്ഷിതാവിന്റെ മുഖത്തേക്ക് പോലും മടി കാണിക്കാത്ത ഈ കഞ്ചാവിന് അടിമപ്പെട്ട കുട്ടികളുണ്ട്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, യുവാക്കളെ, ഒരിക്കലും തന്നെ നമ്മൾ അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കണം. ജീവിതത്തിന്റെ ദൗർബല്യ നിമിഷങ്ങളിൽ നമ്മൾ വല്ല തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ നിമിഷത്തിൽ ഇവിടെ നിന്ന് ദുആ ചെയ്ത് പിരിയുന്നതിന് മുമ്പ് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു തീരുമാനമെടുക്കണം. ആരെയും ബോധിപ്പിക്കാനല്ല, നമ്മുടെ വീട്ടുകാരെ ബോധിപ്പിക്കാനല്ല, കമ്മിറ്റിക്കാരെ ബോധിപ്പിക്കാനല്ല, ആളുകൾ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല. എനിക്ക് നാളെ മരണപ്പെട്ടു പോകുമ്പോ എന്റെ മൂക്കുകളിൽ പഞ്ഞി വെക്കുമ്പോ, ഞാൻ വളരെ ഷറഫായി കണ്ട് എന്റെ കണ്ണുകൾ പരുത്തി വെക്കുമ്പോ, എന്റെ ശരീരം മറ്റൊരാൾ കുളിപ്പിക്കുമ്പോ, എന്റെ കഫംപടോ മറ്റൊരാൾ എനിക്ക് വേണ്ടി വാങ്ങുമ്പോ, ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോയി, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം എടുത്തു, പക്ഷേ നാളെ നിന്നെ 6 അടി മണ്ണിന്റെ ആ ഒരു കട്ടിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വാഹനത്തിലേ ഞാൻ പോവുകയുള്ളൂ, ഞാൻ ഇഷ്ടപ്പെട്ട ബെൻസിലേ ഞാൻ പോവുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട ചുരിദാറെ ഞാൻ ധരിക്കുകയുള്ളൂ, ഞാൻ ഇഷ്ടപ്പെട്ട സൽവാറെ ഞാൻ ധരിക്കുകയുള്ളൂ, ഞാൻ ഇഷ്ടപ്പെട്ട വസ്ത്രമേ ഞാൻ ധരിക്കുകയുള്ളൂ, ഞാൻ ഇഷ്ടപ്പെട്ട പെയിന്റും മുണ്ടുമേ ഞാൻ ധരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും 3 തുണി കഫൻ തുണി മാത്രമാണ് ഉണ്ടാവുക. ആ കഫൻ തുണിയുമായി നമ്മൾ ഖബറിൽ കിടക്കേണ്ടവരാണ്. നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ ഇന്ന് 6 അടി മണ്ണിന്റെ അന്ധകാരത്തിലാണ്. അവരെല്ലാവരും നമ്മുടെ മജ്‌ലിസുകൾ കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും. അല്ലാഹു തആല അവർക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഒരു കാലത്ത് കുട്ടിയായിരുന്നല്ലോ, നമ്മൾ ഓടിച്ചാടി നടന്ന വ്യക്തികളായിരുന്നല്ലോ, പിന്നെ നമുക്ക് വയസ്സായല്ലോ, നമ്മൾ ഈ പ്രായത്തിലേക്ക് എത്തിയല്ലോ. ഒരു കാലത്ത് നമ്മളാരും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ മുൻഗാമികൾ ജീവിച്ചു പോയ ഭൂമിയാണ് ഈ ഭൂമി. ഇന്ന് നമുക്ക് ഈ വയസ്സെത്തിയിരിക്കുന്നു. നാളെ നമുക്ക് ഇന്നത്തെ ദിവസം വീണ്ടെടുക്കാൻ സാധിക്കൂല. നാളെ നമ്മൾ ഓരോ ദിവസവും കഴിയുന്തോറും സെക്കൻഡ് സൂചി ക്ലോക്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ആയുസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ സെക്കൻഡ് സൂചി ഒരിക്കൽ അവസാനിക്കും. ബാറ്ററി തീരുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പൊന്ന് നിന്നാൽ, നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗം പിടിച്ചാൽ പൊടുന്നനെ കുഴഞ്ഞു വീട് മരിക്കുന്ന ദുർഗതി നമുക്ക് വന്നാൽ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു മരണം നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഒരുപാട് കാലം അല്ലാഹു തആല തന്ന റഹ്മത്തുകൾ ആസ്വദിച്ചുകൊണ്ട്, അല്ലാഹു തആല തന്ന വെള്ളം കുടിച്ച്, ചോറ് തന്ന ഭക്ഷണം കഴിച്ച് ജീവിച്ചിട്ട്, അല്ലാഹു തആല തന്ന മുഴുവൻ സുഖാസ്വാദനങ്ങളും എടുത്ത് ജീവിച്ചിട്ട് നമ്മൾ നാളെ മരണപ്പെട്ടു പോകുമ്പോ നമ്മുടെ കണ്ണുകളിലേക്ക് ആരും കൺമഷി എഴുതി തരൂല, നമ്മുടെ ശരീരത്തെ ആരും നല്ല ടൈറ്റ് ഫിറ്റ് പെയിന്റ് ഇട്ട് തരൂല, ആരും ചെരുപ്പിന്റെ അടിയിലേക്ക് തൂക്കിയിടുന്ന വസ്ത്രങ്ങൾ നമുക്ക് ധരിപ്പിച്ചു തരൂല, ആരും നമ്മുടെ മുടി ഫാഷനാക്കി തരൂല, ആരും നമ്മുടെ മുടി ക്രോപ്പാക്കി തരൂല, ആരും നമ്മുടെ മുടി വൺ സൈഡ് ആക്കി തരൂല. എത്ര തവണ ഞാൻ പറഞ്ഞതാണ്, എത്ര തവണ പ്രസംഗിച്ചതാണ്. യുവാക്കളെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും എന്റെ മുടി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞതുപോലെ വെട്ടണമെന്നൊരു ബോധം വന്നിട്ടുണ്ടോ? വരണം സഹോദരന്മാരെ, വരണം സഹോദരിമാരെ. നമ്മളെല്ലാം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ജീവിക്കണം. അല്ലെങ്കിൽ നമ്മളൊക്കെ പവിത്രമായി കൽപ്പിച്ച നമ്മുടെ ഈ
ശരീരം നാളെ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോ ഈ പള്ളിയിലെ കമ്മിറ്റിക്കാരും ഉസ്താദുമാരും നമ്മുടെ പേരിൽ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി സഹോദരിമാരെ നിങ്ങളുടെ ശരീരം മുമ്പിൽ കൊണ്ടുപോയി വെക്കുമ്പോ ഇന്ന് വരെ പള്ളിയിൽ കയറിയിട്ടില്ലാത്ത സഹോദരിമാർ അന്ന് പള്ളിയിൽ കയറും. സഹോദരന്മാർ, പള്ളി കാണുമ്പോൾ അറപ്പ് തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന ഇബ്ലീസിന്റെ പഴിപ്പിക്കലിൽ പെട്ടുപോകുന്ന സഹോദരന്മാർ, പള്ളിയിലേക്ക് കയറാൻ മടിച്ചവർ അന്ന് പള്ളിയുടെ ഉള്ളിൽ മുന്നിൽ തന്നെ വന്നു നിൽക്കും. ഒന്നാമത്തെ സഫിൽ വന്നു നിൽക്കും. ഒന്നാമത്തെ സഫിൽ ഇമാം നിൽക്കുന്നതിന്റെ മുന്നിലും വന്നു നിൽക്കും. അങ്ങനെ ഇമാമ മയ്യത്ത് നമസ്കരിച്ചുകൊണ്ട് നമ്മളെ കൊണ്ടുപോകുന്നത് ഇവിടേക്കാണ്. നിങ്ങളൊന്ന് ഇന്ന് ഈ മജ്‌ലിസ് പിരിഞ്ഞു പോകുമ്പോ ഒന്ന് നിങ്ങൾ നോക്കണം ആ ഖബർസ്ഥാനിലേക്ക്. ഒന്ന് നിങ്ങൾ എല്ലാവരും അതിലൂടെ കടന്നു പോകുമ്പോ ഒന്ന് നോക്കണം നിങ്ങൾ ആ ഖബർസ്ഥാനിലേക്ക്. അവിടെ ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും. ആ ലൈറ്റ് അണഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂരിട്ടാണ്. അവിടെ ഒരു തുള്ളി വെളിച്ചം പോലും നമുക്ക് കിട്ടുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിന്റെ റൂമിന്റെ ഉള്ളിൽ ഒന്ന് വിളക്കടച്ചുകൊണ്ട് ഒരു 10 വർഷം ഇരിക്കണമെന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു 10 ദിവസം ഇരിക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 2 മണിക്കൂർ ലൈറ്റ് അടച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഭീതി തോന്നും, നമുക്ക് എത്ര പേടി തോന്നും. എന്നാൽ ആ പള്ളിക്കാട്ടിൽ എത്ര കാലമായി നമ്മുടെ ഉപ്പമാർ, എത്ര കാലമായി നമ്മുടെ ഉമ്മമാർ, എത്ര കാലമായി നമ്മുടെ മഹല്ല് കാരണവന്മാർ ആ ഖബറിന്റെ ഉള്ളിൽ ആരാരും തുണയില്ലാതെ ഇവിടെ നിന്ന് വണ്ടികൾ ചീറിപ്പായുമ്പോ, ബസ്സുകൾ ചീറിപ്പായുമ്പോ അതിന്റെയൊക്കെ ശബ്ദം കേട്ടുകൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നില്ലേ? അവർക്ക് കൂട്ടായിട്ട് ആരാണുള്ളത്? തേളുകളും പുഴുക്കളും പാമ്പുകളുമാണ് എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് സഹിക്കാൻ കഴിയുമോ? നമ്മുടെ ഖബർസ്ഥാനിൽ എന്ത് വിശ്രമം കൊണ്ട് ഉപ്പമാര് ഉമ്മമാര് നമ്മളോട് ബന്ധപ്പെട്ടവർ കുടുംബക്കാർ എല്ലാവരെയും ഖബറിന്റെ അദാബിനെ തൊട്ട് അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ആ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോ ആരാരും നമ്മുടെ ഖബറിന്റെ ഉള്ളിൽ നമുക്ക് കൂട്ടായി കിടക്കൂല. ആ ഖബറിന്റെ ഉള്ളിൽ നമ്മളെ ഇറക്കി വെക്കുമ്പോ നമ്മൾ പവിത്രമാക്കി കണ്ട നമ്മുടെ കവിൾത്തടങ്ങൾ വെക്കുന്നത്, നമ്മൾ നിസാരമാക്കി ചവിട്ടി നടന്ന മണ്ണ്, ആ മണ്ണ് കുഴച്ചുകൊണ്ട് നമ്മുടെ കവിൾത്തടത്തിൽ ഒട്ടിച്ചു വെക്കുമ്പോ എന്റെ മുഖത്ത് ചളിയാക്കി എന്ന് പറഞ്ഞ് ആ ആളെ നമുക്ക് അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ കഴിയൂല. അങ്ങനെ നമ്മൾ ഒരു തലയാണയായി ആ ചളിയിൽ നമ്മുടെ കവിളിലേക്ക് ഒട്ടിപ്പിടിച്ച് ആ ഖബറിൽ കിടക്കുമ്പോ നമുക്ക് കട്ടിലിൽ കിടന്നാൽ, ചെറിയ കട്ടിലിൽ കിടക്കാൻ നമുക്ക് കഴിയൂല. നമുക്ക് ഫാമിലി കട്ടിൽ തന്നെ വേണം. നമ്മുടെ ചെറിയ കട്ടിൽ കിടക്കുമ്പോൾ നമുക്ക് പ്രയാസമാണ്. എന്നാൽ ആ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോ നമ്മുടെ കമ്മിറ്റി എന്താണോ നിയമിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ മഹല്ലിൽ എന്താണോ നടപ്പിലാക്കുന്നത്, എത്ര സ്പേസ് ആണോ കൊടുക്കുന്നത്, കൂടുതലൊന്നും കൊടുക്കാൻ ഇസ്ലാമിൽ അവകാശമില്ല. ആ കാണുന്ന സ്പേസ്, ആ കാണുന്ന സ്ഥലത്തല്ലാതെ നമുക്ക് കിടക്കാൻ കഴിയൂല. നമുക്ക് പറയണം ഞാൻ കുറച്ച് പണക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ കുറെ സമ്പത്തുള്ളവരാണ്, സൗന്ദര്യമുള്ളവളാണ്, എനിക്കൊരൽപ്പം കൂടുതൽ സ്ഥലം വേണം, എനിക്കൊരൽപ്പം വിശാലമായ സ്ഥലം വേണം, എനിക്ക് ഓടിയൊന്ന് കളിക്കണം എന്ന് പറയാൻ നമുക്ക് ആർക്കും അർഹതയില്ല. ആ ഖബർ, ഇടുങ്ങിയ ഖബറിലേക്ക് നമ്മൾ ഇങ്ങനെ വെച്ചു പോകുമ്പോ അവിടെ നിന്ന് ഉപ്പമാരിത് കാണുന്നുണ്ട്, സഹോദരന്മാരിത് കാണുന്നുണ്ട്, കൂട്ടുകാരിത് കാണുന്നുണ്ട്. അവരാരും വന്നുകൊണ്ട് എന്റെ കൂട്ടുകാരനാണത്, അവന്റെ മൂട് പടം വെക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല, അവനക്കൊരൽപ്പം വെളിച്ചം കിട്ടണ്ടേ, അവനക്കൊരൽപ്പം കാറ്റ് കിട്ടട്ടെ, അവനിക്ക് ശ്വാസം മുട്ടൂലേ, അതുകൊണ്ട് അവന്റെ പേരിൽ മൂടുപടം വെച്ച് ഇരുട്ടാക്കാൻ നിങ്ങൾ സമ്മതിക്കൂല എന്നൊരാൾക്കും പറയാൻ പറ്റൂല. അങ്ങനെ ഓരോരോ കല്ലുകൾ വെച്ചുകൊണ്ട് ആ ഖബറങ്ങ് മൂടിക്കഴിഞ്ഞാൽ, എന്നിട്ട് വല്ല സുഷിരത്തിലൂടെയെങ്കിലും ഒരൽപ്പം മണ്ണോ വെളിച്ചമോ അകത്തേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഖബറിന്റെ പണിക്കാര് ആ ഒട്ട മുഴുവനും മടക്കുകയാണ്. ഒരു തുള്ളി വെളിച്ചം പോലും അതിന്റെ ഉള്ളിലേക്ക് കിടക്കുകയില്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ അവര് പിന്നെ ചുറ്റുഭാഗത്ത് നിന്നും മിൻഹാ ഖലഖനാകും വമിൻഹാ നുഖ്രിജുകും വഫീഹാ നുഈദുകും താറതൻ ഉഖ്റാ എന്ന മന്ത്രധ്വനികൾ ചൊല്ലിക്കൊണ്ട് മണ്ണിന്റെ പിടികൾ ഓരോരോ അടിക്കൊണ്ട് 3 പിടിമണ്ണുകൾ ഓരോരുത്തരും വാരിയിടുന്നു. മകളുടെ ഖബറാണിത്, അല്ലെങ്കിൽ മകന്റെ ഖബറാണിത്. ഒരു വാപ്പയായ ഞാൻ എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട മകന്റെ ഖബറിന്റെ മകളിൽ മണ്ണിടുന്നതെന്ന് ചിന്തിക്കൂല. അവർ ആ മണ്ണ് വാരിയിടും. അങ്ങനെ പണിക്കാരെല്ലാവരും കൂടി നമ്മുടെ ഖബറിന്റെ പണി പൂർത്തിയാക്കുമ്പോഴേക്ക് നമ്മുടെ തലയുടെ മുകളിൽ ഒരുപാട് മണ്ണിങ്ങനെ വന്നിരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കും. മഹദി നഫീസത്തുൽ മിസ്രിയ ഖബർ കുഴിച്ച് ഖബറിന്റെ ഉള്ളിൽ ഇറങ്ങിയിരുന്നു കൊണ്ട് ഖുർആൻ ഹത്തം തീർത്ത മഹദിയാണ്. നമ്മൾ എത്ര ഹത്തം തീർത്തവരാണ് നമ്മൾ ചിന്തിക്കണം. ഓർമ്മപ്പെടുത്തിയതാണ് മഹദി നഫീസത്തുൽ മിസ്രിയയുടെ ജീവിതം നമ്മൾ വായിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഖബറിന്റെ ഉള്ളിൽ ഒരു തുള്ളി വെളിച്ചം പോലും ഇല്ലാതെ നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോ അവിടേക്ക് ആദ്യം
ആദ്യമായി കടന്നു വരുന്ന മലക്കുകൾ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ആ ഖബറിന്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ട് മൻ റബ്ബുക മൻ നബിയുക വമാ ദീനുക, നിന്റെ നബി ആരാണ്, നിന്റെ മതം ഏതാണ്, നിന്റെ വിശ്വാസം എന്താണ് എന്നിങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ പാവപ്പെട്ട നമുക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിക്കാത്ത നമുക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? സഹോദരി സഹോദരന്മാരെ, എന്ത് ജവാബ് നമുക്ക് പറയാൻ പറ്റും? അല്ലാഹുവിന്റെ മലായികത്ത് നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ കിട്ടാതെ എന്ന് പറയുന്ന ഒരു ദുർഗതിയാണ് എനിക്കും നിങ്ങൾക്കും വരാനിരിക്കുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഒരിക്കലും തന്നെ നമുക്കത് സഹിക്കാൻ കഴിയൂല. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, രക്ഷിതാക്കളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളെ തലമറക്കാതെ കോളേജിലേക്ക് തോന്നിവാസങ്ങൾ കഴിച്ചു വിടുമ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ മക്കൾക്ക് ഈ ഒരു ദുർഗതി വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ മക്കളുടെ ഖബറിലേക്ക് മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ അവർ ഇരുമ്പിന്റെ ദണ്ഡ് കൊണ്ടടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല എന്നാണ് മറുപടി. എങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കളെ തെറ്റ് ചെയ്യുമ്പോ തടഞ്ഞു നിർത്താനുള്ള ഒരു ആർജവം ഓരോ ഉമ്മമാർക്കും വേണം, ഓരോ ഉപ്പമാർക്കും വേണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെല്ലാവരും ആ ഖബറൊക്കെ പൂർത്തിയാക്കി പോകുമ്പോ ദിവസങ്ങളോളം ഒറ്റയ്ക്ക് കിടക്കേണ്ടവരാണ്. അതൊക്കെ കഴിഞ്ഞ വർഷങ്ങളോളം നമ്മളതിൽ കിടക്കുമ്പോൾ നമുക്ക് കൂട്ടായി വരുന്നത് പാമ്പുകളും തേളുകളും പുഴുക്കളുമാണ്. നമ്മൾ പവിത്രമായി കണ്ട് നമ്മുടെ ശരീരം കുത്തിവലിക്കാൻ, അത് കാർന്നു തിന്നാൻ തേളുകളും പുഴുക്കളും വരുമ്പോ ഞാൻ പവിത്രമാക്കിക്കൊണ്ട് നടന്ന എന്റെ ശരീരത്തിലേക്ക് തൊട്ടുപോകരുത്. അല്ലെങ്കിൽ ഇവിടെ പാറ്റുകൾ ഇങ്ങനെ പാര നടക്കുമ്പോ എത്രയോ തവണ ഞാൻ ഇതിനെ തട്ടിയാട്ടിയിട്ടുണ്ട്. പക്ഷേ നാളെ ഞാൻ കബറിൽ കിടക്കുമ്പോ എനിക്ക് എന്റെ ശരീരത്തിലേക്ക് അരിച്ചരിച്ച് കയറി വരുന്ന തേളുകളെയും ചതിലുകളെയും പുഴുക്കളെയും തട്ടി മാറ്റാൻ പാവപ്പെട്ട എനിക്ക് കഴിയൂല, നമ്മൾക്ക് ആർക്കും കഴിയൂല. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ഖബറിൽ സൂറത്തുൽ മുൽക്ക് ഞങ്ങൾക്ക് തുണയായി നീ കാണിച്ചു തരണേ റഹ്മാനെ. ജീവിതത്തിലുടനീളം അത് പാരായണം ചെയ്യാൻ, ഒരു ദിവസം പോലും മുടക്കാതെ പാരായണം ചെയ്യാൻ സാധുക്കളായി ഞങ്ങൾക്ക് മനസ്സും സൗഭാഗ്യവും സമയവും നീ നൽകണേ റഹ്മാനെ. അങ്ങനെയുള്ള സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഖബറിൽ വെളിച്ചമാക്കാൻ നമ്മൾ തയ്യാറാവണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാരത്രിക ലോകത്ത് വിജയിക്കാൻ, സ്വർഗ്ഗത്തിന്റെ അഹ്ലികാരാകാൻ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടങ്ങാത്ത സ്നേഹം വെക്കാൻ മഹാനായ ഉമർ തങ്ങൾ സ്നേഹിച്ചതുപോലെ, അബൂബക്കർ തങ്ങൾ സ്നേഹിച്ചതുപോലെ, ഖദീജ ബീവി സ്നേഹിച്ചതുപോലെ, സുമയ്യ ബീവി സ്നേഹിച്ചതുപോലെ, ആയിഷ ബീവി സ്നേഹിച്ചതുപോലെ ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരുടെയൊക്കെ സ്നേഹിക്കുന്ന ആ ഒരു മനസ്സ് നമുക്ക് ഒരൽപ്പമെങ്കിലും ഉണ്ടാകാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആ പൂമുത്തിന്റെ ചാരത്ത് പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഖാദിയും ഇബ്രാഹിം ശൈഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞതുപോലെ കരയാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. നാളെ മരിച്ച് എല്ലാവരും ഐശ്വറാവൻ സഭയിൽ ഒരുമിച്ച് കൂടുമ്പോ ആരാരും ശഫാഅത്തില്ലാതെ ഒരു ചാൺമുകളിൽ സൂര്യൻ കത്തിച്ചടിക്കുമ്പോ ഓരോരുത്തരും ഉയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ആ നേരത്ത് തിരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വണ്ണമായ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾ ഇവിടെ തടിച്ചുകൂടിയ ഓരോരോ ഉമ്മമാർക്കും കുട്ടികൾക്കും പ്രായമായവർക്കും യുവാക്കൾക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. സാധുക്കളായ ഞങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നീ പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി തരണേ റഹ്മാനെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. സമയം ഒരൽപ്പം വൈകിയെങ്കിൽ നിങ്ങൾ എന്നോട് യഥേഷ്ടം ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സമ്മാനം കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ അറബനമുട്ട് കാണാൻ നമ്മളിങ്ങനെ മനസ്സ് വെമ്പി നിൽക്കുകയാണ്. അതേപോലെ കുട്ടികൾക്ക് ഒരുപാട് സമ്മാനം കൊടുക്കാനുണ്ട്, ലേലം വിളിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഷാഫി ഉസ്താദ് നമ്മളോട് വിഷയങ്ങൾ സംസാരിക്കും.